കുഴപ്പമൊന്നുമില്ലേ അമ്മൂത്തെ ചാമക്കാട് കുറ്റൂർ ചാമക്കാട് റോഡ്. ഇത് കുറ്റൂര് ചാമക്കാട് റോഡാണ്. ഇത് നമ്മളുടെ സിനിമയിലെ പിന്നണി ഗായിക ഡെൽസി നയനാനാണ്. അവർ കാലത്ത് ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയത്താണ് ഈ റോഡിന് സൈഡിലായിട്ട് ഒരു ബുൾമാസ്റ്റിഫാണ്, വളരെ പ്രായമുള്ളൊരു നായയാണ്. അതിനങ്ങനെ അഴിച്ചിട്ട രീതിയിൽ കണ്ടു. അങ്ങനെ അത് നമ്മളെ വിവരം അറിയിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് നോക്കുന്ന സമയത്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതിന്. എന്നിരുന്നാലും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ യജമാനൻ അതിനെ ഉപേക്ഷിച്ച നിലയിലാണ്. ഇതിപ്പോൾ ഇതിന് മൈക്രോ ചിപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. ഇത്തരം സാധാരണ ഇമ്പോർട്ടൻ്റായിട്ടുള്ള നായ്ക്കൾക്കൊക്കെ സാധാരണ മൈക്രോ ചിപ്പ് ഉണ്ടാവാറുണ്ട്. ഇതിനിപ്പോൾ മൈക്രോ ചിപ്പ് നമ്മൾ റീഡ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ മൈക്രോ ചിപ്പ് ഉണ്ടോ എന്നുള്ളത് അറിയുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഒരുപാട് വഴിയാത്രക്കാർ ഇതിനെ കണ്ടിരുന്നു. പക്ഷെ അവർക്കൊന്നും നമ്മളുടെ അഡ്രസ്സോ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മളിവിടെ ഇത് കണ്ടിട്ട് നമുക്ക് വിഷമം തോന്നുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? ഒരു നേരം വേളയിൽ എന്തെങ്കിലും കൂടെ കണ്ടേ പറ്റുള്ളൂ. ഭക്ഷണം കൊടുത്തിരുന്നു. പക്ഷേ യജമാനൻ എന്നെ വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ ഇദ്ദേഹം ഈ സ്ഥലം ഈ യാത്രയിൽ പോകുന്ന ഈ വഴിയാത്രക്കാരനാണ്. എവിടെയാണ് വീട്? നമ്മുടെ വീട് ഇവിടെ അടുത്തുണ്ട്. നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ. അതെ അല്ലേ. അദ്ദേഹം ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അവർക്കൊന്നും ഈ നായ കാരണം ഒരു വെറൈറ്റി ആർക്കും യാതൊരു ശല്യമില്ലാതെ നിൽക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും നമ്മൾ എന്തായാലും ഡെൽസി നമ്മളുടെ പെറ്റ്സ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഫോഴ്സിലൊരു മെമ്പറാണ്. അവർ കണ്ടതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമുക്കിതിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചത്. ഭയങ്കര തന്നെ. പിന്നെ അതിൽ ലാസ്റ്റ് പിന്നെ അവിടെ നിന്ന് കയറി വരാണ്ട് ആൾക്കാർ കാണാണ്ടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് അന്നൊക്കെ പോയിക്കൊണ്ടോ കൂടെ പറഞ്ഞിട്ടില്ല മേലെ കഴിക്കരുത്. സൈസിനായിരുന്നു കടന്നറിയാ. അപ്പൊ ആരൊക്കെ ചെമ്മരിപ്പ് വരണവരും നമ്മള് വല്ലപ്പോഴും നേരം ഇങ്ങനെ കൊണ്ടു കൊടുത്തു. അങ്ങനെയുള്ള കാര്യത്തിലേക്ക് സിനിമയിലെ പിന്നണി ഗായികയായാലും മൃഗങ്ങളോട് വളരെ സ്നേഹമുള്ള ഒരു ഹൃദയമുള്ള ഒരാളാണ് ഡെൽസി നയനാൻ. അവരുടെ സഹപ്രവർത്തകരും എല്ലാവരും അതിനോട് വളരെ താല്പര്യമുള്ളതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇത്തരം ഒരു ജീവിനെ നമുക്ക് ഈ നായനെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിച്ചത്.